നമസ്കാരം. അപ്പോത്തിക്കിരി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ ബേസിക്കലി സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെയും നമ്മൾ വളരെ നല്ല രീതിയിൽ സാംശീകരിച്ചിട്ട് അതിനെ ഒരു പരിഹാസ രൂപത്തിൽ എന്നാൽ വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്റേഴ്സ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ കൂടെയാണ്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഈ ചാനലിൽ ഇൻ്റർവ്യൂ ചെയ്യുവാൻ പോകുന്നത് കഴിഞ്ഞ 40 വർഷമായിട്ട് സീനിയർ സർജനായിട്ട് UK പ്രവർത്തിക്കുന്ന ഡോക്ടർ ക്ലിറ്റസ് മാത്യൂസിനെയാണ്. അപ്പോൾ ഡോക്ടറിനോട് 2-3 കാര്യങ്ങൾ നമുക്ക് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യത്തെ എൻ്റെ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് സാറ് മറ്റ് പല പ്രൊഫഷനും തിരഞ്ഞെടുക്കുവാനായിട്ട് അവൈലബിലിറ്റി ഉണ്ടായിട്ടും വൈ ഡിഡ് യു പ്രിഫർ ടു ബിക്കം എ ഡോക്ടർ? ഒരു ഡോക്ടർ ആകുവാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുവാനായിട്ട് എന്താണ് അങ്ങേ പ്രേരിപ്പിച്ച ഘടകം? ചെറുപ്പത്തിൽ തന്നെ നല്ല മറ്റ് സുഹൃത്തുക്കളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ഹൈറ്റ് ഉള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ ഈ നിക്കർ മാറ്റിയിട്ട് മുണ്ടുടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ മുണ്ടുടുക്കുമ്പോൾ ഇത് സേഫായിട്ട് സെക്യൂറായിട്ട് ഉടുക്കാനായിട്ട് പറ്റുന്നില്ല. എക്സ്പെക്റ്റ് ചെയ്യാതെ ഇത് ഉരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിനുള്ളൊരു മാർഗം എന്താണ്? പാൻസ് ഇടുക. അപ്പോൾ പാൻസ് ഇടുന്ന ആളുകൾ അന്നത്തെ സമൂഹത്തിൽ കൂടുതലായിട്ടുണ്ടായിരുന്നത് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെയാണ്. അപ്പോൾ ഈ മുണ്ടുരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പാൻസ് ഇടുന്ന ഒരു ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടിയാണ് ഞാൻ ഡോക്ടറായിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ അന്ന് അങ്ങെടുത്ത തീരുമാനം ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അങ്ങക്ക് എന്തെങ്കിലും റിഗ്രറ്റ് തോന്നുന്നുണ്ടോ? അന്നെടുത്ത തീരുമാനം ശരിയായിരുന്നു ഇപ്പോഴും എന്ന് തോന്നുന്നുണ്ടോ? ഒരു ഡോക്ടറാകാനായിട്ട് തീരുമാനിച്ചതിൽ എനിക്ക് ഒരിക്കലും ഒരു വിഷമം തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഡോക്ടർമാരെല്ലാം പാൻസ് ഇടുന്നതിനെക്കുറിച്ച് എനിക്ക് എൻ്റെതായ ചില സംശയങ്ങളുണ്ട്. കാരണം ഈ നാട്ടുകാരെയും കൊണ്ട് തുണി ഉരിയിക്കുന്ന പണിയാണ് പല ഡോക്ടർമാരും ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മുണ്ടുടുക്കുന്നവരാണെങ്കിൽ ഈ നാട്ടുകാർ ഇതൊന്ന് പൊക്കിയിട്ടങ്ങ് താത്തിടും, ആരും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ പാൻസ് ഇടുന്നവരാകുമ്പം ഇത് ഊരി മാറ്റുക എന്നൊക്കെ പറയുന്നത് സമയമെടുക്കുന്ന ജോലിയാണ്. അത് വെറുതെ ആളുകളെ എല്ലാം ഇതറിയിക്കുന്ന ഒരു കഷ്ടകാലം ഉണ്ടാകുന്നു എന്നുള്ളത് സങ്കടകരമാണ്. ഈ നാട്ടിലാണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇഷ്ടംപോലെ കാശുണ്ടാക്കാനും ഡോക്ടേഴ്സിന് കഴിയും. പക്ഷെ എന്തുകൊണ്ടാണ് ഡോക്ടർ നാടൊക്കെ വിട്ടിട്ട് ഈ ഇംഗ്ലണ്ടിലേക്ക് ഒരു 10-40 വർഷത്തിന് മുമ്പേ വന്നത്? ഇവിടെ എന്താണ് പ്രത്യേകിച്ചൊരു പ്രത്യേകത എനിക്ക് തോന്നിയത്? ചെറുപ്പം മുതലേ ഈ കേൾക്കുന്ന കാര്യങ്ങൾക്കെല്ലാം സംശയം ചോദിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു ഞാൻ. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഈ സൺഡേ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ ഒരു അച്ഛനുണ്ടായിരുന്നു, ഫാദർ തടത്തിൽ. ഞാൻ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, നീ എഴുന്നേൽക്കരുത്, നീ ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന്. എന്ന് പറഞ്ഞതുപോലെ ഈ സ്കൂളിലൊക്കെ പോകുമ്പോൾ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമാണ് ഇംഗ്ലണ്ട് എന്ന് ഒരിക്കൽ ഒരു സാറ് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ ചുമ്മാതെ ഗുണ്ടടിക്കരുത്, സാറ് കണ്ടിട്ടുണ്ടോ ഇവിടെ ഈ സൂര്യൻ അസ്തമിക്കുമോ ഇല്ലയോ എന്ന്? അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, താനൊന്ന് പോയി കണ്ടിട്ട് എന്നോടൊന്ന് പറയണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഇംഗ്ലണ്ടിൽ വന്നേ പറ്റുള്ളൂ. അതൊന്നും നോക്കി കാണാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങ് സൂര്യനെ കാണാൻ വേണ്ടിയിട്ടാണ്, സൂര്യൻ അസ്തമിക്കാത്ത സ്ഥലം തേടിയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പിന്നെ സൂര്യനെ കണ്ടുപിടിച്ചോ, അല്ലെങ്കിൽ മനസ്സിലായോ സൂര്യൻ അസ്തമിക്കാത്ത സ്ഥലമാണ് ഇംഗ്ലണ്ട് എന്നുള്ളത്? ഓ, തീർച്ചയായിട്ടും. കാരണം ഇത് സൂര്യൻ ഉദിക്കാത്ത ഒരു രാജ്യമാണ്. ഞാൻ ഇപ്പോൾ ഇത് ജൂൺ മാസമാണ്, ഈ വർഷം ഇതുവരെ ഞാൻ സൂര്യനെ കണ്ടിട്ടില്ല. മുഴുവനായിട്ട് കണ്ടിട്ടില്ല എന്നല്ല, നമ്മുടെ നാട്ടിലെ ഈ ഗവൺമെൻറ് ജോലിക്കാരൊക്കെ ഓഫീസിൽ വരുന്ന പോലെ ഇടയ്ക്കിരിക്കുമ്പം ഒന്ന് വരും, ദേ വന്നു ദാ പോയി എന്ന് പറഞ്ഞിട്ട് അവൻ പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ സൂര്യൻ ഉദിക്കാത്തത് കൊണ്ടാണ് ഈ രാജ്യത്ത് സൂര്യൻ അസ്തമിക്കാത്തതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ശരി, അപ്പോൾ സാറിനോട് എനിക്കൊരു
ചോദ്യം ചോദിക്കാനുള്ളത്, സാറ് യഥാർത്ഥത്തിൽ ഈ ശരീരത്തിന്റെ ഏത് ഭാഗമാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്? ഐ തിങ്ക് വയറുമായിട്ട് ബന്ധപ്പെട്ട ലോവർ അബ്ഡോമിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സർജൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശരിയാണ്. എപ്പോഴെങ്കിലും ഈ വയറിന് പകരമായിട്ട് വേറെ നിത്യോപയോഗ സാധനങ്ങൾ മാറി ശസ്ത്രക്രിയ ചെയ്തിട്ട് അബദ്ധം പറ്റിയിട്ടുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? കാരണം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലിപ്പോൾ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് കേൾക്കാറുണ്ട്. ഡോക്ടർമാര് മൂക്ക് ശസ്ത്രക്രിയ, മൂക്ക് മാറ്റി വെക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ കണ്ണ് മാറ്റി വെക്കും, കണ്ണ് മാറ്റാനായിട്ട് പോയി കഴിഞ്ഞാൽ ചെവി മാറ്റി വെക്കും, ചെവി മാറ്റാൻ പോയി കഴിഞ്ഞാൽ നാക്ക് മാറ്റും. ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ അങ്ങയുടെ അഭിപ്രായം? ഇത് ഡോക്ടർമാരുടെ കയ്യിലെ കുഴപ്പമാണോ, അതോ ഇനി രോഗികളുടെ കയ്യിലെ കുഴപ്പമാണോ, അതോ ഇനി ഹോസ്പിറ്റലിലെ കുഴപ്പമാണോ? എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? നല്ല ഒരു ചോദ്യമാണ്. സുരേഷ് ഒരു ഗായകനാണ്, ഒരു കലാകാരനാണ്, എഴുതുന്ന ആളാണ്. സുരേഷ് കേട്ടിട്ടുണ്ട് നാട്യശാസ്ത്രത്തെക്കുറിച്ച്. നമ്മുടെ ഈ സാഗര സംഗമം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. അതിൽ കമലഹാസൻ പറയുന്നുണ്ട്, യഥോ ഹസ്ത തഥോ ദൃഷ്ടി, യഥോ ദൃഷ്ടി തഥോ മന, യഥോ മന തഥോ ഭാവ, യഥോ ഭാവ തഥോ രസ. അതിൻ്റെ അർത്ഥം കണ്ണുകൾ എത്തുന്നിടത്ത് കൈകളെത്തണം, കൈകളും കണ്ണുകളും എത്തുന്നിടത്ത് മനസ്സെത്തണം. എന്തിൽ മാത്രമേ രസം അല്ലെങ്കിൽ രസം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു ഡോക്ടർ ഒരു രോഗിയെ കാണുമ്പോൾ ആ രോഗിയെക്കുറിച്ച് ആദ്യമായിട്ട് നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. രോഗത്തെക്കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആ രോഗിയുമായിട്ടൊരു ബന്ധം ഉണ്ടാകണം. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന പണ്ടത്തെ ഡോക്ടർമാരങ്ങനായിരുന്നു. ഒരു രോഗിയെ കണ്ടു കഴിഞ്ഞാൽ അവരുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടായതിന് ശേഷമാണ് അവരുടെ അസുഖങ്ങളിലേക്ക് പോകുന്നത്. അതൊക്കെ സമയമെടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ രോഗിയുടെ ഇൻട്രസ്റ്റുകൾ, ആ രോഗിയുടെ അസുഖങ്ങൾ ഇതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മനസ്സും കണ്ണും കൈയും എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ ഈ പറഞ്ഞ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ഇതിൻ്റെയൊക്കെ കാരണം, വേണമെങ്കിൽ നമുക്ക് നമ്മൾ മനുഷ്യരാണ്, തെറ്റുകൾ പറ്റാം എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കാം. പക്ഷേ അങ്ങനെയുള്ള തെറ്റുകൾ, ഈ പറഞ്ഞ രീതിയിലുള്ള തെറ്റുകൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അത് നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ, കമ്മിറ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ സമർപ്പണത്തിൻ്റെ കുഴപ്പമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ കുറേ നല്ല ഇൻഫർമേഷൻസ് കിട്ടി. എന്തായാലും നമുക്കൊരു തൽക്കാലം ഒരു ചായയോ കാപ്പിയോ ഒക്കെ കുടിച്ചാലോ? എന്നാൽ പിന്നെ നമുക്ക് ചായ എടുത്തിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും വേറൊരു വിഷയമായിട്ട് കാണാം. നന്ദി.